കൊമ്പില്ലാത്ത ഒരു ആനയാണ്. പക്ഷേ കൊമ്പില്ല എങ്കിലും അത് കൊമ്പനാന ചെയ്യുന്നതിനൊക്കെ വളരെ ഭംഗിയായ രീതിയിൽ ഉപദ്രവിക്കാൻ കഴിയുന്ന നമ്മുടെ രഘുനാഥ് MP രഘുനാഥൻ നായരെന്നും പറഞ്ഞൊരു ആളുണ്ടായിരുന്നു, ഒരു ആനക്കാരൻ. അയാൾ ആനയെ നീരിയിൽ നിന്ന് അഴിച്ചു കഴിഞ്ഞപ്പം അയാളെ തട്ടിയിട്ട് കുത്തുകയും, കുത്തെന്ന് പറഞ്ഞാൽ അതിന് മോഴയെന്ന് പറഞ്ഞാൽ കൊമ്പില്ലാത്ത ഒരു ആനയാണ്. പക്ഷേ കൊമ്പില്ല എങ്കിലും അത് കൊമ്പനാന ചെയ്യുന്നതിനൊക്കെ വളരെ ഭംഗിയായ രീതിയിൽ ഉപദ്രവിക്കാൻ കഴിയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ കൊമ്പുള്ള ആനയ്ക്ക് കൊമ്പുകൊണ്ട് കുത്താം. അല്ലാത്ത ആനകളെന്ന് പറഞ്ഞാൽ പിടിച്ചു വെച്ചിട്ട് കൈകൊണ്ട് പിടിച്ചു വെച്ചിട്ട് കടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വായുടെ അവിടുത്തെ ചൊടി വെച്ച് അമക്കിയാൽ മതി, നമ്മുടെ അസ്ഥിയൊക്കെ പൊടിഞ്ഞു പോകും. അതിനവിടെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല, പിടിച്ചു വെച്ച് കടിച്ചാൽ അസ്ഥി പൊട്ടിപ്പോവും. അതിന് അത്രയും കട്ടിയാണ് അതിൻ്റെ താടി എല്ലിന്. അത് വെച്ച് അമക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അങ്ങനെ അയാൾക്ക് കുറച്ച് അയാളെ തട്ടിയിട്ട് പരിക്കൊക്കെ ഏൽപ്പിച്ച് അയാൾ നമ്മുടെ തൃശ്ശൂർ ഹോസ്പിറ്റലിലായിരുന്നു. അദ്ദേഹം അങ്ങനെ ആ ചികിത്സയിലിരിക്കുന്ന സമയത്ത് ഇതിനെ വെയിലത്തായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ഡോക്ടർമാരും നമ്മുടെ പുന്നത്തൂർ കോട്ടയിലെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി പറഞ്ഞു, ഈ ആനയെ അഴിച്ച് തറി മാറ്റി കെട്ടണം വിജയ. ഞാൻ പറയോ, ഇതൊരാളെ തട്ടിയിട്ട് കുത്തി പരിക്കേൽപ്പിച്ച് അയാൾ ആശുപത്രി കിടക്കുന്നു, ഇന്ന് ഞാൻ അഴിച്ച് മാറ്റണം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണെന്നൊക്കെ ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുത്തപ്പോൾ പറഞ്ഞു പറ്റില്ല, ആനയെ വിജയനെ ഏത് തരത്തിലും ഇതിനെ അഴിച്ച് വെയിലത്ത് വന്ന് മാറ്റി നാളെ കെട്ടണം, വിജയം വിചാരിച്ചാൽ അത് പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മുടെ ഗുരുവായൂർ ദിവസത്തിൽ ഡോക്ടർമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ഉള്ളതുകൊണ്ട് എന്നെ ആ ദൗത്യം ഏൽപ്പിച്ചു. ഞാൻ പിറ്റേ ദിവസം ഈ ആനയെ അഴിച്ച് തറി മാറ്റി കെട്ടി. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് മുമ്പ് അതിനെ തറിയെ മാറ്റി കെട്ടി. അതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അതിന് ഏതാണ്ടൊരു 6 മാസക്കാലത്തോളം ഞാൻ നിന്നതിന് ശേഷം 2013 ഗുരുവായൂർ ദിവസത്തിലെ വലിയ കശം എന്ന് പറഞ്ഞൊരു ആനയിൽ എനിക്ക് നിയോഗിക്കപ്പെട്ടു. അവിടുത്തെ ഗുരുവായൂർ ദിവസത്തിലെ ഏറ്റവും വലിയ പൊക്കമുള്ള ആന, ഏറ്റവും ഒന്നാമനായിട്ടുള്ള ആന ഗുരുവായൂർ പത്മനാഭനായിരുന്നെങ്കിൽ പോലും അതിനേക്കാൾ ഉയരത്തിൽ കേമനായ ആനയായിരുന്നു ഗുരുവായൂർ വലിയ കേശവൻ.